ഞങ്ങളെന്താ ഇന്നൊരു പുഴയുടെ വക്കത്ത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുൽപ്പള്ളിയിലെ മരക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഇതിനപ്പുറത്ത് കർണാടകവും ഇപ്പുറേ വയനാടുമാണ്. വയനാട് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഇതിൽ വലിയ പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഈ ഒരു പുഴ കടന്ന് അപ്പുറം എത്തിയാൽ അത് കർണാടകയും ഇപ്പുറം വന്നാൽ അത് വയനാടുമാണ്. ശരിക്കും ചെറിയൊരു അതിശയല്ലേ. പിന്നെ ഇതിന് തീരത്തുള്ള റോഡിനൊരു പ്രത്യേകതയുണ്ട്. കടലില്ലാത്ത ഞങ്ങൾ വയനാട്ടുകാരുടെ തീരദേശ റോഡ് എന്നാണ് ഇതറിയപ്പെടുന്നതും. അതാ ആ കാണുന്ന തോണിയില്ലേ, അതിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സാധാരണ തോണി പോലെയല്ല, നമ്മളെല്ലാവരും കാണാറ് മരം കൊണ്ടുണ്ടാക്കിയ തോണിയല്ലേ. എന്നാൽ ഇത് ഞങ്ങൾ വയനാട്ടുകാരുടെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത ഇരുമ്പിൻ്റെ തോണിയാണ്. ഇതിൽ കയറി അപ്പുറം പോവാൻ 10 രൂപയും ഇപ്പുറേക്ക് തിരിച്ചു വരാൻ 10 രൂപയുമാണ്. മനോഹരമായ നദിയിലൂടെ അക്കരയ്ക്കും ഇക്കരയ്ക്കും യാത്ര നല്ല രസമല്ലേ. അതെ, നമ്മുടെ കാർത്തിക്കുട്ടി നല്ല രസമായിട്ട് ഇരുന്ന് നമ്മുടെ തോണി യാത്ര ആസ്വദിക്കുന്നുണ്ട്. അപ്പയുകൊണ്ട് കൂടെ ഞങ്ങളെല്ലാവരും ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇതിലേക്കൂടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടി ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നല്ല അടിയൊഴുക്കുള്ള പുഴയാണ് കേട്ടോ. ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കയറാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് സാഹസികമായ യാത്രയൊന്നും കൂടുതൽ ആരും ഇതിലേ ചെയ്യാറില്ല. ഈ തോണി ഉപയോഗിച്ച് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഹൈ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രസമാണ് അല്ലേ. ഇനി ഇന്നത്തെ യാത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ വിബിയേട്ടൻ്റെ ഫ്രണ്ട്സ് കൂടിയുണ്ട്. അഖിലിൻ്റെ വൈഫ് മരിയ, പിന്നെ ഈ ഇരിക്കുന്ന ഞാൻ, നടുക്ക് ഞങ്ങളുടെ കാശിക്കുട്ടി. ദേ ഇപ്പുറം ഇങ്ങനെ കറങ്ങി 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 വന്നാൽ നോക്കൂ, നിങ്ങൾ അപ്പുറയും ഇപ്പുറയും നല്ല ഭംഗിയുള്ള മുളങ്കാടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കടന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കർണാടക എത്താം. ശരിക്കും ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മറ്റൊരു സംസ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമുള്ള കാര്യം തന്നെയല്ലേ. ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കർണാടകയിലെത്തും. കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷൻ്റെ പേരാണ് കർണാടക. ശരിക്കും വയനാട്ടുകാരിയായ ഞാൻ ആദ്യമാണ് ഈ സ്ഥലത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അതാണ് കേട്ടോ സത്യം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. ഇതുണ്ട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ വന്ന് ഇതൊന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നതുകൊണ്ടാവാം ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയിലിരിക്കുന്ന 2 പേർക്ക് വലിപ്പം മാത്രമേ ഉള്ളൂ, കാര്യമായ ധൈര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പേര് പറയാൻ വിട്ടുപോയി, ധനേഷും ധനേഷിൻ്റെ ഭാര്യ പിങ്കിയും മോൻ യാഷൂട്ടനും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകദേശം പുഴയുടെ നടുക്കെത്തി. ആ കാണുന്ന മുളങ്കാടില്ലേ, അതാണ് നമ്മുടെ കേരള കേട്ടോ, വയനാട് ജില്ല. പിന്നെ ഇതിങ്ങനെ കറങ്ങി ഇപ്പുറത്തേക്ക് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ കർണാടക. എല്ലാവരുടെ മുഖത്ത് നോക്ക്, അത്യാവശ്യം ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ ധൈര്യം കൂടുതലായതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ ആദ്യം തോണി കയറാൻ ഒന്ന് ചെറുതായി മടിച്ചു. പിന്നെ ഞങ്ങളുടെ പ്രത്യേക നിർബന്ധം കൊണ്ടും താല്പര്യം കൊണ്ടും അവരെയും കൂടി എടുത്ത് ഞങ്ങൾ വെള്ളത്തിലിട്ടു. എന്നാലല്ലേ നമുക്ക് കോറം തികച്ച് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. പിന്നെ കൂടെ ഏതോ ഒരു ചേട്ടനും കൂടി ഉണ്ട്. ആ ചേട്ടൻ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഈ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ 1 2 എണ്ണമൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരു പ്രശ്നമില്ലാത്തൊരു പുഴയാണിതെന്നും ഇത് ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്നും ഇവർ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ മീൻ ഒരുപാടുള്ള പുഴയാണ്. വൈകുന്നേരങ്ങളായിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരക്കും ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ ശരിക്കും ഈ വള്ളത്തിൽ നിന്ന് ആലോചിച്ചു കേട്ടോ, ഈ അങ്ങോട്ട് 10 രൂപ ഇങ്ങോട്ട് 10 രൂപ ഇതൊരു ലാഭമുള്ള ഏർപ്പാടാണോ എന്ന്. അതിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക തന്നെ ചെയ്തു. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊരു ലാഭമാണ്. കാരണം ഒരു ട്രിപ്പിൽ എന്തായാലും കുറഞ്ഞതൊരു 5 പേരുണ്ടാവും. അങ്ങനെ 5 പേര് 5 മിനിറ്റ് പോലും എടുക്കാതെ അപ്പുറത്തും ഇപ്പുറത്തും എത്തുമല്ലേ. ഏതായാലും അങ്ങനെ ഞങ്ങൾ കുറേ വർത്തമാനത്തിനൊക്കെ ശേഷം എവിടെ എത്തി? നമ്മുടെ കർണാടകയിലെത്തി. ഞങ്ങളെ ഇറക്കിയിട്ട് വള്ളക്കാരങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് കുറച്ച് പേര് കൂടി ഉണ്ടെങ്കിലല്ലേ അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. എന്തായാലും ഞങ്ങളിവിടെ ഇറങ്ങി. ശരിക്കും കാലാവസ്ഥയിൽ തന്നെ ഒരു മാറ്റമുണ്ട് കേട്ടോ. പെട്ടെന്ന് മണ്ണിന് ഒരു വരൾച്ച വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. എന്തായാലും ആളുകളില്ലാത്തതുകൊണ്ട് തോണിക്കാർ പോയിട്ടില്ല. അവരിങ്ങനെ ആൾക്കാരെ കാത്തിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മേലേക്ക് പോയി. ഈ കാണുന്നതാണ് നമ്മുടെ കർണാടക. ശരിക്കും നോക്ക്, കേരളത്തിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പുൽപ്പള്ളി ഭാഗത്ത് പൊതുവേ കറുത്ത മണ്ണാണ്. പുൽപ്പള്ളി ശരിക്കും ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. നമ്മൾ കർണാടകയിലേക്ക് വന്നപ്പം കുറച്ച് വെയിൽ കൂടുതലുള്ളതുപോലെ. എന്തായാലും ഒരു പുഴയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഈ 2 സംസ്ഥാനങ്ങളും 2 സംസ്കാരവും ഭയങ്കര അതിശയമുള്ള കാര്യം തന്നെയാണ്. ശരിക്കും എനിക്കിവിടെ നിന്നപ്പോൾ തോന്നി നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതാണ് കേട്ടോ സുഖം. ഈ കാറ്റ് അതത്ര സുഖമുള്ളൊരു കാറ്റല്ല. ഈ പുഴയ്ക്ക് അപ്പുറത്ത് വീശുന്ന കാറ്റ് ഇപ്പുറത്ത് വീശുന്ന കാറ്റിൻ്റെ തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ടോ എന്തോ, ഇനി എനിക്ക് തോന്നുകയാണോ അറിയില്ല.
ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പം അതെ നമ്മളിവിടെ ഇറക്കിയ വെള്ളം അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആളുകളെ ഇറക്കിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ തന്നെ അത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണം. പക്ഷേ ഇവിടെ കുറേ നേരം നിൽക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് അത്ര സുഖമുള്ളൊരു കാലാവസ്ഥയല്ല. എന്നാലും ഞങ്ങൾ ഒന്ന് വന്നതല്ലേ ആസ്വദിച്ചേക്കാമെന്ന് വിചാരിച്ച് പുഴയുടെ തീരത്ത് തന്നെ നിന്നു. ഞങ്ങൾ കൂവൽ കേട്ടിട്ടാണോ എന്നറിയില്ല, വള്ളക്കാരൻ കുറച്ച് ആളുകളെയും കയറ്റിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വരുന്നത് മലയാളികളല്ല കേട്ടോ, ശരിക്കും അത് കർണാടകക്കാരാണ് കേട്ടോ. വയനാട്ടിൽ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കാര്യമായിട്ട് വാങ്ങിയിട്ട് വരികയാണോ എന്നറിയില്ല. എന്തായാലും അവരിവിടെ എത്തിയിട്ട് വേണം നമുക്ക് അപ്പുറേക്ക് പോകാൻ. ഇപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടുവേ, നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നമ്മൾ മലയാളികൾ അങ്ങോട്ട് ഇറങ്ങുന്നു, അവർ കർണാടകക്കാർ ഇങ്ങോട്ട് കയറുന്നു. എന്തായാലും ഭയങ്കര രസകരമായ ഒരു യാത്രാനുഭവവും വ്യത്യസ്തമായ ഒരു പ്രദേശവും. എന്തായാലും ഇന്നത്തെ കർണാടക വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വള്ളത്തിലേക്ക് കയറുകയായി. ഇനി കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഏകദേശം വെയിൽ ഭയങ്കര മൂത്തതുകൊണ്ട് ഞങ്ങളുടെ തല നല്ലോണം ചൂടാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വള്ളത്തിൽ കയറി വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. വയനാട് വഴി ഇനി ഞങ്ങൾ നേരെ എങ്ങോട്ട് പോകും? ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. എന്തായാലും ഈ പ്രദേശം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ദിവസം സമയം ഉണ്ടാക്കി നമ്മുടെ മരക്കടവും വയനാടും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരൂ കേട്ടോ. വള്ളത്തിലോ യാത്ര അത് ഭയങ്കര രസമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണം ഞെക്കണം.